വസതിക്ക് മുൻപിലിരുന്ന് പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് നമ്മൾ കാണുന്നത്. മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് അതിപ്പോൾ കടക്കുകയാണ്. കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അവിടെ നിന്ന് മാറാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണ്. എത്ര നേരം അവിടെ തുടരാൻ വേണ്ടി അനുവദിക്കും പോലീസ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അത്രമാത്രം സുരക്ഷ വേണ്ടുന്ന സ്ഥലം തന്നെയാണ്. അതിശക്തമായിട്ടുള്ള സമരത്തിന് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ബാലു, ഒന്ന്, എത്ര നേരം ഇവിടെ ഈ സമരവുമായി തുടരാനാകുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഇപ്പോൾ CJP അവരുടെ പ്രതിഷേധം അവർ തുടങ്ങിയ സമയത്തിൽ കൂടുതൽ പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ വളരെ സമാധാനപരമായി തന്നെ ആ സമരവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ അവിടെ എവിടെയാണോ ഒരു ഇടപെടൽ വേണ്ടത് അവിടെയാണ് ഇപ്പോൾ രാജ്യം ഒന്നാകെ, പ്രതിപക്ഷ നിര ഒന്നാകെ എന്നൊക്കെ നമുക്ക് പറയാം, അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. കേന്ദ്രം ഇതിൽ ഇന്നിപ്പോൾ ഈ സമരം എന്നല്ല എന്ത് നടപടി സ്വീകരിക്കും? ഇന്നിപ്പോൾ എത്ര നേരം ഇങ്ങനെ തുടരും? ഒപ്പം തന്നെ എന്താണ് ഈ സമരക്കാർക്ക് അല്ലെങ്കിൽ ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് അനുസൃതമായി അതിന് ഏതെങ്കിലും തരത്തിൽ നീതീകരിക്കാനാകുന്ന എന്ത് നടപടി സ്വീകരിക്കാനാവും കേന്ദ്രത്തിൽ? സമരക്കാരെ ഇവിടെ നിന്ന് നീക്കുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ഏകമാർഗം. പക്ഷേ ഇത് സാധാരണഗതിയിൽ ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ ഒരു 200-ൽ താഴെ വ്യക്തികൾ മാത്രമാണ് ഉള്ളത്. അവരെ നീക്കുക എന്നത് ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ ഒരു കാര്യമൊന്നുമല്ല. എന്നാൽ ഇതിൽ ഈ സമരം നടത്തുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, MP-മാർ ഒക്കെയാണ്, മുഖ്യമന്ത്രിമാർ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് അല്പം ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കേണ്ടതായുണ്ട്. ഭരണതലത്തിൽ നിന്നുള്ള ഒരു തീരുമാനം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കേണ്ടതായുണ്ട്. ആ തീരുമാനത്തിനാണ് ഇപ്പോൾ പോലീസ് കാത്തു നിൽക്കുന്നത് എന്ന് വേണം കരുതേണ്ടത്. നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ MP-മാരെ പൂർണ്ണമായും പോലീസ് വളയം ചെയ്തിട്ടുണ്ട്. 3 ലെയറിലായി, 3 റിങ്ങുകളിലായാണ് ഇപ്പോൾ MP-മാരെ ഇപ്പോൾ പോലീസ് വലയം ചെയ്ത് വച്ചിരിക്കുന്നത്. ഈ മുകളിൽ നിന്നുള്ള ഉത്തരവ് ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇവരെ നീക്കുവാൻ പോലീസിന് അധിക സമയം വേണ്ടിവരില്ല. പക്ഷേ അങ്ങനെ നീക്കുമ്പോൾ പോലീസ് ബലപ്രയോഗവും മറ്റും നടത്തുകയാണെങ്കിൽ അത് കാര്യങ്ങൾ കൂടുതൽ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. പ്രതികരണത്തിലേക്ക് അദ്ദേഹം കടക്കുന്നില്ല. ചോദ്യങ്ങൾ പലതായി ചോദിക്കുന്നുണ്ട്. ബാലു, നേരത്തെ വിഷ്ണു സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, അതായത് ആരെയും മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടാക്കാതെ പോലീസിന്റെ വലയത്തിലാണ് നേതാക്കൾ എന്നുള്ള കാര്യം. തീർച്ചയായും വിഷ്ണു പറഞ്ഞതുപോലെ തന്നെയാണ്. 3 ലെയറിലായിട്ടാണ് ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തകരെ നിന്ന് പോലീസും മാധ്യമപ്രവർത്തകർക്കും ഇടയിൽ ഉള്ളത്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ നേതാക്കൾക്കും മറ്റും കഴിയുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡൽഹിയിൽ ഏതാണ്ട് ഇരുൾ വീഴുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു സമയമാണ് ഇത്. ഒരുപക്ഷെ അടുത്ത 1 മണിക്കൂറോട് കൂടി ഈ പ്രദേശം, അതായത് ഈ ഇരുട്ടിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അതിനു മുമ്പ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ സമരക്കാരെ നീക്കേണ്ടതായി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോ ഇവരെ ഇങ്ങനെ തന്നെ സമരത്തിനിരുത്തിക്കൊണ്ട് ഈ സമരം സ്വയം അവർ പിരിഞ്ഞു പോട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് പോലീസ് എത്തുമോ? ഇതാണ് ഇനി അറിയേണ്ടതായുള്ളത്. ബലപ്രയോഗത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള സംഘർഷങ്ങളിലേക്ക് വഴിവെക്കാവുന്ന ഒരു സാധ്യത ഉണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്നൊരു തീരുമാനം ഇനി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഇവിടെ ചർച്ചയ്ക്ക് വന്നിരുന്ന ജിതേന്ദ്ര സിംഗ്, അദ്ദേഹം മടങ്ങുകയുണ്ടായി. അദ്ദേഹം ഇപ്പോൾ ഒരു പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെ ഉള്ളവരുമായൊക്കെ ആശയവിനിമയം നടത്തുന്നുണ്ടാകാം. അതിനുശേഷമായിരിക്കും ഈ അറസ്റ്റ് സംബന്ധിച്ചുള്ള സർക്കാരിന്റെ ഒരു നയപരമായ ഒരു തീരുമാനം ഉണ്ടാകുക. തുടർന്നായിരിക്കും ഈ അറസ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകാൻ സാധ്യത. തീർച്ചയായും എന്ത് ആക്ഷനാണ് ഈ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊന്ന് കാണാം.